ഞാൻ അയ്യപ്പൻ്റെ നടയിലേക്ക് കയറുന്നതിന് മുമ്പേ എൻ്റെ ഏറ്റവും അടുത്ത ഫാമിലി റിലേറ്റീവ് അമ്പലക്കര ബൈജു, അദ്ദേഹമാണ് അവിടെ ഫ്രണ്ടിൽ പമ്പയിൽ ഒരു വലിയ അയ്യപ്പനെ ഡൊണേറ്റ് ചെയ്തത്. അതിന് ഇനോഗ്രേഷൻ ഞാനും ഗസ്റ്റായിട്ട് പോയിട്ടുള്ളതാണ്. നമ്മുടെ ഫാമിലി വളരെ അടുത്ത ആൾക്കാരാണ്. അപ്പം അത് പൊടി പിടിച്ചിരിക്കുന്നത് നമുക്ക് വിഷമം തോന്നി. നമ്മൾ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. നമുക്ക് എന്താണ് അതിൻ്റെ ആവശ്യം? നമ്മൾ ശബരിമലയിൽ പോകുന്നു, നമ്മൾ തൊഴുതു, നമുക്ക് വരാമല്ലോ. അപ്പോൾ നമ്മൾ അതുപോലും ചെയ്തിട്ട് പോകും. അപ്പം ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു നന്നായി കിടക്കേണ്ട ഒരു സാധനം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് വളരെ മോശമായിട്ട് കിടക്കുന്നത് അത് വൃത്തിയാക്കിയെന്ന് വിശ്വസിക്കാം. രണ്ടും നമുക്ക് എങ്ങനെ വേണം എടുക്കാം, മോശമായിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പം അത്തരം ഇതിലാണ് നമ്മൾ മുകളിലോട്ട് ചെല്ലുന്നത്. മുകളിലോട്ട് ചെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കോർഡിനേഷനുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം മകരവിളക്കിൻ്റെ തലേ ദിവസമാണ് പോകുന്നത്. മിക്കവാറും പ്രാവശ്യങ്ങളിൽ അവിടെ എല്ലാം മൊത്തം അവതാളത്തിലാണ്. കാരണം പല വഴികളും. പക്ഷേ ഇപ്രാവശ്യം മകരവിളക്ക് കൃത്യമായി ഫോട്ടോ വെച്ച്, ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് വെച്ച പാസ്സാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പാസിൻ്റെ മിസ്യൂസ് ഉണ്ടായിരുന്നു. ഈ പാസ് ലക്ഷങ്ങൾക്ക് വരെ അവിടുത്തെ എംപ്ലോയീസ് വിറ്റതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഒരു പാസ് മേടിച്ച് ആന്ധ്രക്കാരും തമിഴ്നാടുകാരൊക്കെ ഈ പാസിന് ലക്ഷങ്ങൾ വരെ ചിലവാകും. കാരണം അയ്യപ്പൻ്റെ മകരവിളക്കും അയ്യപ്പൻ തിരുവാഭരണം ചാർത്തി സന്നിധാനത്തിൽ ഇരിക്കുന്ന കാണാൻ കൊടുക്കുന്നൊരു പാസ്സുണ്ട്. അത് ഡിവോട്ടീസിനും നമ്മുടെ ദേവസ്വം മെമ്പേഴ്സിനൊക്കെ കൊടുക്കുന്നത്. ആ പാസ് പോലും കച്ചവടം ചെയ്തവന്മാരുണ്ട്. അപ്പോൾ അതിന് പോലും കൃത്യമായ ഫോട്ടോ കൊടുത്ത് അതിൻ്റെ ആളും തരം അയാൾ ID പ്രൂഫൊക്കെ മേടിച്ചിട്ട് ഇപ്പം കൃത്യമായ രീതിയിലാണ്. അതുപോലെ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ്, അതുപോലെ ദേവസ്വം എംപ്ലോയീസിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഇപ്രാവശ്യം എന്തോ നമ്മൾ ഇത്രയും കാലം മോശമായിരുന്നെങ്കിലും ഇപ്രാവശ്യം എന്തോ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് പറയുന്നു, ഒരു എക്സലൻറ്റ് എന്താ പറയുക, ഒരു കോർഡിനേഷനായിരുന്നു. ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടില്ല. അത്രയും തിരക്കുണ്ടായിരുന്നു ശബരിമലയിൽ. പക്ഷേ അത്രയും തിരക്കുകളൊന്നും അനുഭവപ്പെടാത്ത രീതിയിൽ എനിക്ക് മേ ബി ആദ്യമായിട്ട് വരുന്ന ആളാണെന്ന് എനിക്കറിയില്ല ജയകുമാർ. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിൻ്റെ അപ്പം ഇത് മോശമാണെന്ന് ഉള്ളതും നമ്മൾ അതിൻ്റെ നെഗറ്റീവ്സും കാണണം. അത് നന്നായിരിക്കും, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണം. ഇപ്പോൾ ഇവരൊക്കെ പഴയ ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പലതും ഡ്യൂപ്ലിക്കേറ്റാണ്. മറ്റേ ഫുൾ തങ്കത്തിലുണ്ടായിരുന്ന സാധനം മാറി ഇപ്പോൾ പിച്ചളയും ശകലം കോട്ടിങ് മാത്രമുള്ള സാധനമാണ് അവിടെ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം പോയി. ഒന്നാമത് അതൊരു ആൻറ്റിക് വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ സ്വർണത്തിൻ്റെ കോസ്റ്റ് എന്നുള്ളത് മാറ്റി നിർത്താം നമുക്ക്. ശബരിമലയിൽ ഇരുന്ന സാധനം, ശബരിമല അയ്യപ്പൻ്റെ ഫ്രണ്ടിലിരുന്ന ദ്വാരപാലകർ അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങൾക്ക് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പം ശബരിമല എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു വർഷം കോടാനുകോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശർക്കരയുടെ ടെൻഡർ, ഒന്ന് കൊപ്രയുടെ ടെൻഡർ, പിന്നെ തേങ്ങയുടെ ടെൻഡർ, മഞ്ഞൾ, മറ്റേ കുങ്കുമം, അരവണ, അരി, പിന്നെ അന്നദാനം. അന്നദാനം എന്നൊക്കെ പറയുന്നത് ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ അന്നദാനപ്പുറയിൽ പാചകം ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പുള്ളിക്കാരി 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീയാണ്. അവർക്കിപ്പോൾ ശബരിമല പ്രവേശിക്കാം. പക്ഷേ ഒരു 25 വയസ്സുള്ള ഒരു സ്ത്രീക്ക് നടത്താൻ പറ്റുമോ? അത് ആ റിലീജിയൻ അവരുടെ ഒരു സിസ്റ്റം അവരുടെ അനുവദിക്കുന്നില്ല എന്നുള്ള. ഓരോത്തിനും ഓരോ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ അതിന് പോസിറ്റീവായിട്ട് തന്നെ കാണണം. ഒരു സ്ത്രീ അവിടെ അന്നദാനം ഏറ്റെടുക്കാൻ പാടില്ലേ? അവരുടെ ഏജ് അനുവദിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അന്നദാനം പോയി കഴിച്ചതാണ്. കഴിഞ്ഞ വർഷം ഒക്കെ പോയി കഴിച്ചതിനേക്കാളുമൊക്കെ വളരെ ആ സ്ത്രീ, അവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു സ്ത്രീയാണ് നടത്തുന്നതെന്ന് എനിക്കറിയാം. എന്തോ പഴയ മഠം അങ്ങനെ എന്തോ ഒരു പേരാണ്. പഴയടമല്ല, പഴയ മഠം അങ്ങനെ എന്തോ ഒരു ആൾക്കാരാണ്. പക്ഷേ ഭയങ്കര, ഞാൻ അന്വേഷിച്ചു, നല്ല ഭക്ഷണമായതുകൊണ്ട് എല്ലാ പ്രാവശ്യവും പോകുന്നതല്ലേ. മറ്റുള്ള വർഷങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സന്തോഷമല്ലേ കൂടുതൽ. നമ്മളല്ലേ അടുത്ത വർഷം പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നോൺ സ്റ്റോപ്പായിട്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ക്ലാപ്പ് ചെയ്യുകയും വേണം. മോശം കാര്യങ്ങൾ പിന്നെ ഞാൻ മോശം കാര്യങ്ങളോട് റിയാക്ട് ചെയ്ത് വളരെ കുറവ്, അല്ലെങ്കിൽ ഞാൻ പറയില്ല മോശം കണ്ടൻറ്റുകൾ ഇടുന്ന ആളെയല്ല. പിന്നെ തീരെ നമുക്ക് നിവൃത്തിയില്ല, അല്ലെങ്കിൽ അത്തരം നമ്മൾ മറുപടി പറയേണ്ട അവസ്ഥ വരുമ്പോൾ മാത്രം അതിന് വീഡിയോ ഞാൻ ആകെ എൻ്റെ ഒരു വീഡിയോ പേഴ്സണൽ വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് കേസ് വന്ന സമയത്ത് എല്ലാ പ്രൂഫുകളും വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ അല്ലാത്തൊരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ പേജിലേ ഇല്ല, എൻ്റെ പ്രൊഫൈലിലില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 99% ഐ ഓൾവേസ് കീപ് മൈ ക്യാമറ ഓഫ് വൈൽ ഡൂയിങ് ചാരിറ്റി. ഒരാൾക്കൊരു 500 രൂപ കൊടുത്തിട്ട് അതിൽ 5 ലക്ഷം ലൈക്ക് മേടിക്കുക, അല്ലെങ്കിൽ 5 മില്യൺ ലൈക്ക് മേടിച്ചാൽ അത്, കാരണം അതിൻ്റെ അകത്തൊരു വലിയ പ്രശ്നമുള്ളത്, നമ്മൾക്ക് എതിരെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഒരാൾ നമ്മളിൽ നിന്നൊരു 500 രൂപ കൈനീട്ടി മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ 1000 രൂപ മേടിക്കുമ്പോൾ അവനൊരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഗതികേടും ഉണ്ടായിരിക്കും അവൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്.
നമ്മൾ ഒരു വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മളോട് ഒക്കെ ആൾക്കാർ ചിലപ്പോൾ കണ്ടൻസ് ഒക്കെ എടുത്ത് ഇടാറുണ്ട്, നമ്മളത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാതെ നമ്മളായിട്ട് അതിനെ ഒരു മനഃപൂർവ്വം ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് അങ്ങനെ ഒരു ഫേക്കായിട്ട്, ഞാൻ ഒരു ഹിപ്പോക്രസി ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. ലൈക്ക് ഒരു ഫേക്കായിട്ടുള്ള വാട്ട് ഐ ആം എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പോസ്റ്റിലും സ്റ്റോറിയിലും ഒക്കെ ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരാളാണ്. അല്ലാതെ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടിരുന്നു, ഒരു പയ്യന് ഫുഡ് മേടിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ഇട്ടതല്ല, അത് കടൽ തോണി എന്ന് പറഞ്ഞൊരു അവരെന്നെ കൊളാബ് ചെയ്തത്. അത് ആക്ച്വലി എനിക്ക് ആ കടൽ തോണി എന്ന് പറഞ്ഞ ചാനലിലെ പയ്യൻ, പേര് ഞാൻ മറന്നു, എനിക്കൊരു വീഡിയോ അയച്ചിരുന്നു, ചേട്ടാ ഒന്ന് സ്റ്റോറി ഇടാമെന്ന്. അപ്പം ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ, നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് അപ്പം ഒരു പയ്യൻ അവനെ കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറയാം, പക്ഷെ അവനെ കഴിക്കാൻ പറ്റുന്നില്ല, കടൽ പണിയാണ്. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് അവൻ്റെ നമ്പറോ ഒന്നും അറിയില്ല, അവന് നീ തപ്പിപ്പിടിച്ച് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവനെ അങ്ങനെ തപ്പിപ്പിടിച്ച് അങ്ങനെ അവൻ തന്നെ കൊണ്ടുവന്നു, ഈ കടൽ തോണി യൂട്യൂബ് ചാനലിലെ പയ്യൻ തന്നെ കൊണ്ടുവന്നു. അവരതൊരു വീഡിയോ ആക്കി ഇട്ട് എന്നെ കൊളാബ് ചെയ്ത്. എനിക്കത് ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് കൊളാബ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ എന്താ പറയുക, അതൊക്കെ ഒരു നമ്മൾ ആസ് എൻ ഇൻഫ്ലുവൻസർ എന്നുള്ള പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഇതാണ്. നമ്മൾ പുറത്ത് പറയാത്ത അല്ലെങ്കിൽ ചെയ്യുന്ന, ഞാൻ വീട് വെച്ച് കൊടുത്ത ആൾക്കാരുണ്ട്. സീരിയസ്ലി സ്ഥലം മേടിച്ചു കൊടുത്തിട്ട് അതിൽ വീട് വെച്ച് കൊടുത്തു. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. വീട്ടിൽ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് അവർ വില കുറച്ച് എനിക്ക് തന്നേ ഉള്ളൂ, ഫ്രീ ആയിട്ടും തന്നില്ല. ഫർണിച്ചർ മേടിച്ചു കൊടുത്ത ആൾക്കാരുണ്ട്, വീട് വെച്ചിട്ട് അവർക്ക് ഫർണിച്ചർ ഇല്ലാതെ. നമുക്കൊരു ദിവസം നമ്മുടെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ ഒരുപാട്, ഗേൾ ഫ്രണ്ടിന് ഐഫോൺ മേടിച്ചു കൊടുക്കാൻ പൈസ തരുമെന്ന് മുതൽ വീട്ടിൽ അരി മേടിക്കാൻ, സീരിയസ് ആയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം ഫോണിൽ. അങ്ങനെ ചേട്ടാ എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു ഐഫോൺ മേടിച്ചു കൊടുക്കണം, വാങ്ങിച്ചു തരുന്നത്. അങ്ങനെ ജെൻസി പിള്ളേരല്ലേ. എന്നിട്ട് ചേട്ടൻ അതിന് റിപ്ലൈ കൊടുക്കുമോ? പിന്നെ ഞാൻ എൻ്റെ കാണുന്ന മെസ്സേജുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിനക്കൊരു ജോലി വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം, നീ അധ്വാനിച്ച് നീ മേടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ജോലി മേടിച്ചു കൊടുത്തു. ഞാൻ അവനെ പറഞ്ഞു തരുന്നു. നമ്മൾ തന്നെ ദുബായിലുള്ള ഒരു കൺസേണിൽ നമ്മൾ അവന് ജോലി കൊടുത്തു. അവനിപ്പോൾ ഹാപ്പി ആയിട്ടോടെ ജീവിക്കുന്നു. അവൻ അതിനുശേഷം ഐഫോൺ മേടിച്ചും കൊടുത്ത്. അത് വലിയ സന്തോഷം. അവൻ്റെ വരുമാനം കൊണ്ട് മേടിച്ചു കൊടുത്തു. ദുബായി പോയി വിസയൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ ഐഫോൺ മേടിക്കാൻ പറ്റും. കാരണം സിസ്റ്റം അങ്ങനെയാണ്. നമ്മളവിടെ സാലറീഡ് ആണെങ്കിൽ വളരെ ഏത് ലേറ്റസ്റ്റ് മോഡൽ വേണം നമുക്ക് കിട്ടും. മന്ത്ലി അടച്ചാൽ. ചേട്ടൻ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഇങ്ങനെ ഇൻബോക്സിൽ വരുന്ന ഇങ്ങനത്തെ വെറൈറ്റി മെസ്സേജുകൾ എന്തൊക്കെയാ? കുറേ പേരുണ്ട്. ഇപ്പം സാധാരണ പെണ്ണുങ്ങളാണല്ലോ ഈ ആണുങ്ങൾ. ഞാനിതുവരെ അത്ര മെസ്സേജുകൾ എടുത്ത് സ്റ്റോറി ഇട്ടില്ല, പക്ഷേ എനിക്ക് പെണ്ണുങ്ങൾ ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഞാൻ അതിനെ വലിയ സീരിയസിൽ അല്ലെങ്കിൽ ഞാൻ വലിയ മറ്റേ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെയും അങ്ങനെ ഇത് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു, രസകരമായിട്ട് കാണുന്നു. എന്തൊക്കെ ടൈപ്പ് മെസ്സേജുകളാണ് ചേട്ടാ? കൂടുതലും നമ്മൾ ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ജെൻസി ആണല്ലോ, ജെൻസി മെസ്സേജുകൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ടൊരു ബ്രാൻഡ്, നമ്മൾ യു എയിൽ പുതുതായിട്ടൊരു ബാറും കൂടെ നമ്മൾ ഓൾറെഡി ഒരു കൺസേൺ ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഷുഗർ ഡാഡി എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ തപ്പി കിടക്കരുത്. അപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു പെണ്ണ് എൻ്റെ ഷുഗർ ഡാഡി, അവർ മെസ്സേജ് എൻ്റെ ഫോണിൽ എപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ആവാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആവാമോ ചേട്ടാ. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ ബാർ കൺസേണിന് പേര് തപ്പി കിടക്കുന്നത്, അവൻ അവസാനം നമ്മൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ആ പേരാക്കി. അതുകൊണ്ട് അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതുപോലുള്ള പല കൺസെപ്റ്റുകൾ നമുക്ക് വരാറുണ്ട്. പിന്നെ ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ ലൈക്ക് ചികിത്സ അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ മീറ്റപ്സ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഡേറ്റ്, അങ്ങനെ കുറേയൊക്കെ മെസ്സേജുകൾ അയക്കാറുണ്ട്. നമ്മൾ ഹിപ്പോക്രസിയിൽ നമ്മളിതൊക്കെ തുറന്ന് പറഞ്ഞ് സമ്മതിക്കുന്ന ആളാണ്. നമ്മളതിനെ മറച്ചു വെച്ചല്ല, ഞാൻ ആക്ച്വലി ഐ എം എ വളരെ ഇങ്ങനത്തെ ആളാണ് ഒന്നുമല്ല. നമ്മൾ കള്ളു കുടിക്കും, നമ്മൾ സിഗരറ്റ് വലിയ താല്പര്യമുള്ള ആളല്ല, എന്നാലും വലിച്ചിട്ടില്ല. മറ്റേ നർക്കോട്ടിക്സ് നമ്മൾ ലാലേട്ടൻ്റെ പോളിസിയാണ്, ഡേർട്ടി ബിസിനസ്സാണ്, നമ്മളത് ആ പരിപാടിയില്ല. പിന്നെ നമ്മുടേതായ മാനസികമായ സന്തോഷത്തിനും ഉല്ലാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ തുറന്നു പറയുന്നത്. അതിലൊരു ചിലർ ഇത് എനിക്ക് അറിയാമെന്നുള്ള പലരെയും ഞാൻ പലയിടത്തും വെച്ച് കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളിത് ഫോട്ടോ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇട്ട് പറയാം സ്റ്റോറിയൊന്നും ഇടല്ലേ, ബാറുകളിലും വരുന്ന എനിക്കത് പലപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഏതോ ഒരു സത്യേന്ദ്രയുടെ സിനിമയിലാണ് ശങ്കരാടി ഒരു ആ നാട്ടിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പകൽ റോഡിൽ വെച്ച് കാണുമ്പോൾ ഈ ജാതി അസത്ത് സ്ത്രീകളാണ് ഈ നാടിൻ്റെ ശാപം എന്ന് പറയും. അന്നേ ദിവസം രാത്രി തന്നെ കുറേ പരിപ്പുടയും മേടിച്ചിട്ട് ടക്ക് ടക്ക് തട്ടി ആ വീട്ടിൽ പോയി പരിപ്പുടയും കൊടുത്ത് പുള്ളിക്കാരിയായിട്ട് സൗഹൃദം കൊടുത്തത് കാണാറുണ്ട്. അത്തരത്തിലുള്ള ജനസുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അതേ നാട്ടിൽ തന്നെ വെളിച്ചപ്പാട് വളരെ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് പോകുന്നുണ്ട്.
ഹീസ് വെരി ഓപ്പൺ ജെന്യൂൻ ഗൈ. ആ നാട്ടിലെ സദാചാര കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻറ്റും സെയിം ആളാണ് ശങ്കരാടി. അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിലും കാണാൻ പറ്റുന്നുണ്ട്. പലരും ഈ എനിക്ക് പല കോമഡി സംഭവിച്ച ഈ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഈ ഇടയ്ക്ക് അത്തരത്തിൽ വളരെയധികം മോട്ടിവേഷണൽ സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരാളെന്നെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വലിയ മോട്ടിവേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിലോട് മനസ്സിലായത് പലതരം ഫ്രസ്ട്രേഷനുള്ള, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, പലതരം ഫ്രസ്ട്രേഷനുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള ഒരുപാട് മറ്റേ മോട്ടിവേഷണൽ വീഡിയോസ്. ഈ ഇടയ്ക്ക് കണ്ടില്ല, ഒരു ഹസ്ബൻഡ് വൈഫ് അവർ ഭയങ്കര ഒരു ദാമ്പത്യപരമായിട്ടുള്ള വീഡിയോകൾ ഇടുന്നുണ്ട് ഒരാളാണ്. അവസാനം അവർ തമ്മിൽ തലയൊക്കെ അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്നതാണ് സത്യത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരാളുടെ കുറിച്ച് ചിന്തിച്ച് വച്ചിരിക്കുന്നതല്ല അയാളുടെ പുറത്തും അകത്തുള്ള കാര്യങ്ങൾ. റിയൽ എന്താണ്, റിയൽ ലൈഫും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർ ഈ എൻറ്റയർലി നന്മപരം കളിക്കുന്ന, നമുക്കൊക്കെ അത് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന അതിന് ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ പിന്നെ അതിനുവേണ്ടി സമയം മെനക്കാറുണ്ട്. ഭയങ്കര നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അയ്യോ നന്മയുള്ള പയ്യൻ, അല്ലെങ്കിൽ നന്മയുള്ള ഇങ്ങനെ ആയിട്ടുള്ള ഒരു പെരുമാറ്റ കാര്യങ്ങൾ അങ്ങനെ കുറേ. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ.